ഇന്ന് വൈകിട്ടായപ്പോഴേ നമ്മളൊരു KFC അങ്ങ് ഓർഡർ ചെയ്തു കേട്ടോ. ദേ ഇതായിരുന്നു കോംബോ. ബർഗർ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റോളെന്ന് പറയുന്നത് ചപ്പാത്തിക്കകത്ത് വെറുതെ മയോണൈസ് സോസും ഒക്കെ ചേർത്തിട്ടുള്ളതായിരുന്നേ. ഇവിടെ അങ്ങനെ അങ്ങോട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. തണുത്തതും കൂടെ ആയപ്പോഴത്തേനും ഒരുമാതിരി വടി പോലെ ഇരുന്ന് ചപ്പാത്തിയൊക്കെ കേട്ടോ. ഞാൻ ഓവനിൽ വെച്ച് ചൂടാക്കിയെങ്കിലും അതിൻ്റെ ആ ഒരു റോളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ബർഗർ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു. അത് ചോദിച്ചപ്പോൾ കൊത്തു പൊറോട്ട മതിയെന്ന് പറഞ്ഞു 2 പേർക്കും. എനിക്കും അത് മതിയായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോടെ കഴിക്കാൻ. അപ്പോൾ കൊത്തു പൊറോട്ടയല്ല, പൊറോട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ എണ്ണയിൽ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും മുളക് പൊടിയും മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തപ്പോൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച് നന്നായിട്ടൊന്ന് ചിക്കി തൂത്തി എടുത്തിട്ട് നമ്മുടെ തോരനൊക്കെ പോലെ നന്നായിട്ടൊന്ന് തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ പീസ് വറുത്തതും കൊണ്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ കഷ്ണങ്ങളാക്കി വെച്ച പൊറോട്ട ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ കറക്റ്റ് കൊത്തു പൊറോട്ട എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ഒന്നും അറിയത്തില്ല, എന്നാൽ ഇത് നമ്മുടെ ഒരു വേർഷനാണ് കേട്ടോ. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതൊന്ന് 2 മിനിറ്റ് ഒന്ന് ഒരിത്തിരി വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ചപ്പോഴത്തേന് ആ പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത്, പിന്നെ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒരു നെയ്യിൽ കാഷ്നട്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിടുന്നുണ്ട് കേട്ടോ. അതും കൂടെ ആ നെയ്യുടെ ടേസ്റ്റും കൂടെ ഒക്കെ ആയപ്പോഴത്തേന് എൻ്റെ പൊന്നി ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചൂടോടെ കഴിക്കാൻ. അപ്പോൾ പൊറോട്ട വാങ്ങുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ബൈ.